ഈ പ്രതികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അയ്യപ്പൻ്റെ സ്വർണം കെട്ട ആളുകൾ ആരാണ്? പക്ഷേ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDFൻ്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാജിവാഹൻ അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. പക്ഷേ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDFൻ്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനും അതിനുവേണ്ടി അന്വേഷണത്തിന് വഴിതിരിച്ചു വിടാനുമുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആരുത്തരവാദിയാണെങ്കിലും ശബരിമല ധർമ്മശാസ്താവിൻ്റെ സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അടിച്ചു മാറ്റിയത് ആരാണെങ്കിലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് UDFൻ്റെ എല്ലാ കാലത്തെ അഭിപ്രായം. ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ പ്രതികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വകാര്യ ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെ ആരെ CPI നേതാവിനെ രക്ഷിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നയം വളരെ വ്യക്തമാണ്. അയ്യപ്പൻ്റെ സ്വർണം കെട്ട ആളുകൾ ആരാണ്? തൊണ്ടി മുതൽ എവിടെ? ഇതെല്ലാം വ്യക്തമാകേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെങ്കിലും UDFൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അവരില്ലാതെ തന്നെ കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല. ഒരു കക്ഷിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പം LDF വിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ വർഗവഞ്ചകരാണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അപ്പോൾ UDF വിട്ട് കോൺഗ്രസ് വിട്ടു പോയ ആളുകളൊക്കെ പുണ്യവാളന്മാരും CPMൽ മനം മടുത്ത് കോൺഗ്രസിലേക്കാരിലും വന്നാൽ അവർ വർഗവഞ്ചകരുമാകുന്നത് എങ്ങനെ? കോൺഗ്രസ് വിട്ടു പോയവർക്കൊക്കെ പരവതാനി വിരിച്ച് സ്വീകരണം കൊടുത്ത് അവർക്കൊക്കെ വലിയ പദവികൾ നൽകിയവരാണിവർ. അങ്ങനെ പോയവർക്ക് പദവികൾ നൽകി ആദരിച്ചവർ അവരുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വിട്ട് കോൺഗ്രസ് വന്നാൽ അവരെങ്ങനെ വർഗവഞ്ചകരാകും? ഞാൻ അതിൻ്റെ അത് അദ്ദേഹത്തോട് ചോദിക്കുക, എന്നോട് ചോദിക്കേണ്ട കാര്യമല്ല. അല്ല, ആ ബോർഡെന്ന് പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ CPMൻ്റെ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മാവേലിക്കരക്കാരനായ CPM നേതാവും അജയത്രയിലുമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന രണ്ടുപേര്. രാഘവനും അജയത്രയിലുമാണ് ജീവിച്ചിരിക്കുന്നത്. അവരോട് സംസാരിക്കണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ സ്വർണം കാണാത്തതാണ് വിഷയം. സ്വർണം ആരടിച്ചുകൊണ്ട് പോയി? ഇതുവരെ അതാരും പറയുന്നില്ലല്ലോ. 39.8 കിലോ സ്വർണം കാണാതെ പോയതിനെപ്പറ്റി ആരും പറയുന്നില്ല. വാജിവാഹനം കൊടുത്തിട്ടുണ്ട്, അവരോട് ചോദിക്കണം. വാജിവാഹനത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ രാഘവനും അജയത്തറയിലും മറുപടി പറയട്ടെ. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി, അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ നടക്കട്ടെ. അതൊക്കെ ചോദ്യം പറച്ചിലും നിയമങ്ങളും ഒക്കെ അതിൻ്റെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കൊന്നും വേണ്ട. അവരാരാണെങ്കിലും അന്വേഷിക്കുന്നത് തെറ്റില്ല. രാഘവൻ്റെ കാര്യം അന്വേഷിക്കട്ടെ, അജയത്രയിൻ്റെ കാര്യം അന്വേഷിക്കട്ടെ, അവരുടെ മറുപടിയും കേൾക്കട്ടെ. രഹസ്യമായി അവർ ചെയ്തതല്ല എന്ന് നമ്മളെല്ലാവരും ഫോട്ടോയിലൂടെ കാണുന്നുണ്ട്. അത്
ഈ വാജിവാഹനം എടുത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ തന്ത്രിക്ക് കൊടുക്കുന്ന എല്ലാ ഫോട്ടോയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അന്വേഷിക്കട്ടെ. അതിനകത്ത് അന്വേഷണത്തിന് നമ്മളാരും തടസ്സമോ എതിരോ ഒന്നുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.